50 വയസ്സ് കഴിഞ്ഞവർ സാധാരണ പാടെ അവഗണിക്കുകയും എന്നാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആരോഗ്യം നിലനിർത്തേണ്ടതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള 3 ശരീരഭാഗങ്ങളെക്കുറിച്ച് പറയാം. ഒന്നാമതായിട്ട് നമ്മുടെ പാദങ്ങൾ തന്നെയാണ്. 50 വർഷത്തോളം നമ്മളെ ചുമന്ന ആ പാദങ്ങൾ നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതാണ്. രണ്ടാമത് വരുന്നത് നമ്മുടെ ആംബിറ്റ്സ് അഥവാ കക്ഷമാണ്. ഏറ്റവും കൂടുതൽ ബാക്ടീരിയകൾ പെരുകുന്ന സ്ഥലമാണത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിയർപ്പ് നാറ്റം ഉണ്ടാകുന്ന സ്ഥലം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും മാരകമായിട്ടുള്ള സ്പ്രേ എല്ലാം അടിച്ച് ഇത് മറയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ വിയർപ്പ് നാറ്റം എന്ന് പറയുന്നത് അവിടെ അടിഞ്ഞുകൂടിയ ബാക്ടീരിയകൾ ചത്ത് അതിൻ്റെ മണമാണത്. അപ്പോൾ അത് സ്പ്രേ അടിക്കുന്നതിന് പകരം നമ്മൾ സോപ്പോ ലോഷനൊക്കെ ഉപയോഗിച്ച് വൃത്തിയാക്കി സൂക്ഷിച്ച് ഡ്രൈ ആയി സൂക്ഷിക്കേണ്ടതാണ്. മൂന്നാമതായി വരുന്നത് നമ്മുടെ നാവാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബാക്ടീരിയകൾ അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥലമാണ് നാവ്. അത് നേരെ വയറ്റിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ വയറു സംബന്ധമായിട്ടുള്ള മിക്കവാറും രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണം നാവ് വൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെയാണ്. പണ്ടൊക്കെ നമ്മുടെ കാരണന്മാരൊക്കെ നാവ് വടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് കാണുന്നില്ല. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചങ്കും കരളും പാൻക്രിയാസ് ഒന്നും നമുക്ക് പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ പറഞ്ഞ 3 ശരീരഭാഗങ്ങൾ ഒന്ന് വൃത്തിയാക്കി സൂക്ഷിച്ചു നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫലം ഒന്ന് പരീക്ഷിച്ചറിയൂ. നമുക്കറിയാം ഈ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന പ്രമേഹം മുതൽ ഹൃദ്രോഗം മുതൽ ഉണ്ടാകുന്ന തുടങ്ങിയ എല്ലാത്തരം രോഗങ്ങൾക്കുള്ള ഒരൊറ്റമൂലിയാണിത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. മരുന്നുകളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പാദങ്ങളും ആംബിറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ നാവും ഒന്ന് വൃത്തിയാക്കി സൂക്ഷിച്ചു നോക്കൂ. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഓക്കേ, ഹാവ് എ ഗുഡ് ഡേ.